ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുവാണ്, നികുതി കൊടുക്കാൻ പൈസയൊന്നും കയ്യിലില്ല, നികുതി കൊടുക്കാൻ പൈസയൊന്നും കയ്യിലില്ല, എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ പറയുകയാണ്, നീ ഒരു ചൂണ്ട എടുത്തുകൊണ്ട് പോയി കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മീനിൻ്റെ വാ പൊളിച്ചു നോക്കണം, അതിനകത്തൊരു നാണയം ഇരിപ്പുണ്ടാവും, അത് നീ എടുത്ത് നികുതിയായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ആര് ചൂണ്ടയെടുത്തുകൊണ്ട് പോയി? ശ്രദ്ധിക്കണം, മീനിൻ്റെ വായിനകത്ത് ഇന്ന് വരെ നിങ്ങൾ പൈസ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ മീനിനെ വിറ്റ് പൈസ ഉണ്ടാക്കിയവരെ അറിയാം. മീനിൻ്റെ വായിക്കകത്ത് പൈസ ഇരിപ്പില്ല, അത് ബാങ്കല്ല. ഈശോ പറഞ്ഞൊരു വാക്ക് നോക്ക്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഈ നാണയം എങ്ങനെ പോകേണ്ടതായിരുന്നു? ഇത് മീനിൻ്റെ വായിലിരുന്ന നാണയമാണ്. ഇത് വയറ്റിപ്പോയി വേസ്റ്റായി കടലിൻ്റെ ഏതെങ്കിലും സൈഡിൽ ചെളിക്കാത്ത് പോകേണ്ട സാധനമാണ് ഈ നാണയം. പക്ഷെ ആരിതിനെ പൊക്കിയെടുത്തു? ഈശോ ആ മീനിൻ്റെ നാവിലിരുന്ന ആ നാണയത്തെ പൊക്കിയെടുത്ത് ഉപകാരത്തെ കൊള്ളിച്ചു. ആര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മീനിൻ്റെ വായുടെ അകത്ത് നാണയം ഇരിപ്പുണ്ടെന്ന്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എവിടെയോ കിടന്ന് വെള്ളത്തിൻ്റെ അടിയിൽ പോകേണ്ടതാണ് നമ്മളെല്ലാം. പലരും ആരാലും അറിയപ്പെടാതെ സാധാരണ പോലെ ജീവിച്ചു പോകേണ്ടവരാണ്. നമ്മളെല്ലാം ദൈവം ചില സ്ഥലത്തുനിന്ന് ചെളി പോകാതെ പൊക്കിയെടുത്ത് പ്രാർത്ഥിക്കാനും കുടുംബത്തിന് വേണ്ടി നിൽക്കാനും സഭയ്ക്ക് വേണ്ടി നിൽക്കാനും ദേശത്തിന് വേണ്ടി നിലകൊള്ളാനും അനുഗ്രഹമാക്കി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ഉറക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, 2020 2020. ഇത് നല്ലൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറും. ദൈവം മാറ്റും. ദൈവം സങ്കീർത്തന വചനത്തിലൊരു വാക്കുണ്ട്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. എന്താ വചനം ശ്രദ്ധിച്ചേ? നമ്മളെല്ലാം പെട്ടെന്ന് മറക്കുന്നൊരു കാര്യമാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ. നമ്മൾ മനസ്സിലിരിക്കുന്ന എന്നറിയോ? ആ ജോലി കിട്ടിയില്ലല്ലോ, ആ കടം വീട്ടാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ പലിശ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, കൊച്ചിൻ്റെ കല്യാണം സമയത്ത് നടന്നില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പരാതിയായിരിക്കുന്നത്. പക്ഷേ 2020 വരെ 19 വരെ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ വെറുതെ എങ്കിലും ഒന്ന് ഈ കുറഞ്ഞ സമയത്ത് ഓർക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉദാഹരണം 1-2 കാര്യങ്ങൾ പറയാം. അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ പറയാം. എന്നോട് അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നു, ആ വ്യക്തിനെ ഇങ്ങോട്ട് ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുപോവാം. അപ്പോൾ ആ വീട്ടിലെ ആൾ പറയുകയാണ്, കൊണ്ടുവരാൻ പറ്റില്ല, ആളുടെ ശരീരം വളരെ വീക്കാണ്, ഡോക്ടർ ഉപേക്ഷിച്ചു, ഒരാശ്വാസത്തിന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ നിർദ്ദേശിച്ച വാഹനത്തിൽ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ, ആ വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ മിക്സി അരയ്ക്കുന്ന ശബ്ദം കേട്ടു. മിക്സി ഓണാക്കി മിക്സിയിൽ ഏതാണ്ടോ അരയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു പാത്രത്തിനകത്ത് പാല് പോലെ വെളുത്ത എന്നാൽ അത്രയും നിറവില്ലാത്ത ഒരു സാധനമായിട്ട് അവിടെ വന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ട്യൂബിലൂടെയാണ്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിക്കുന്ന ചോറ്, അതൊന്നും കൂടെ മിക്സിക്കകത്തിട്ട് അരച്ച് അത് ചാറാക്കിയിട്ട് അതിൻ്റെ വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ്. ചോറ് പഞ്ഞി പോലെ വെന്താൽ പോലും ഈ ആളുടെ തൊണ്ണയിൽ കൂടി ഇത് ഇറങ്ങിപ്പോവില്ലെന്ന്, അതുകൊണ്ട് ഇത് അരച്ചിട്ട് കൊണ്ടുവരികയാണ്. അരച്ചിട്ട് കൊടുക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, അച്ഛാ 1 മിനിറ്റ് ഈ ഭക്ഷണം ഒന്ന് കൊടുത്തിട്ട് പോരെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മുന്നിൽ നിന്ന്, അന്നാണ് ഞാൻ
ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആദ്യം മനസ്സിലായത്. കേട്ടിട്ടുണ്ട് ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും ട്യൂബ് ഇട്ടുകൊണ്ട് വന്നവരല്ല. ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ചവരാരും തന്നെ ഉണ്ടാവില്ല ഇവിടെ. പക്ഷെ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്ന ഈ വ്യക്തി ട്യൂബിലൂടെ ഇറങ്ങിച്ചെന്ന ഭക്ഷണം വയറ്റ് ചെന്നിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ 3 ഇരട്ടി എടുത്തടിച്ച് ഛർദ്ദിക്കുക അവിടെ തന്നെ. അപ്പോൾ ആ വീട്ടിലെ ഒരാൾ പറയുക, എന്തു ഭക്ഷണം കഴിച്ചാലും ഇപ്പോഴിങ്ങനെയാണ്, എന്തു ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ ഇങ്ങനെയാണ്. ആ വ്യക്തിക്ക് ചോറ് അരച്ചത് ചാറാക്കിയത് പോലും വയറ്റി പിടിക്കില്ല, അത് ഡബിളായിട്ട് ഛർദ്ദിക്കുകയാണ്, വെള്ളവും ഇതെല്ലാം കൂടെ. അന്നാണ് ഞാൻ വിചാരിച്ചത്, നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, വെന്തതും പകുതി വെന്തതും ഒക്കെ. പക്ഷെ നമ്മൾ ആരും ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. 2020 അങ്ങനെ ചിന്തിച്ചെങ്കിൽ നമ്മുടെ ചിന്ത എന്നാണെന്നറിയോ? എൻ്റെ 50,000 രൂപ കടം വീടിയില്ലല്ലോ, അതാ നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത. എൻ്റെ 1,00,000 രൂപയുടെ കടം എന്നാ ചെയ്യും, അതിനെക്കുറിച്ചാണ് ചിന്ത. നമ്മൾ എത്രയോ ഭക്ഷണം വെട്ടി വിഴുങ്ങി സാധാരണ പോലെ കഴിച്ചു, എല്ലാം ദഹിച്ചു പോയി നമ്മൾ പോലും അറിയാതെ. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കണ്ടു. രണ്ടാമത്തെ ഒരു സംഭവം, ഒരു മനുഷ്യൻ, ഇത് പറയുന്നതെന്നറിയാമോ, നമ്മൾ ദൈവവചനം കുറേ കേട്ട് ഒരു കൈയൊക്കെ അടിച്ച് പാട്ടും പാടി പോകുമ്പം നമ്മുടെ ഏതാണ്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല, ഒന്നും നമുക്ക് സാധാരണ ഒരു ഓളം പോലെ ആകുന്നുള്ളൂ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മാത്രം ഓർത്ത് നന്ദി പറയുന്നത് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ അളവിനെ കൂട്ടാനിടയാവും. ഒരു കാര്യം കൂടെ പറയാം ഞാൻ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരാൾ, ഒരു ചേട്ടൻ, ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ ആൾ ഭയങ്കര ബുദ്ധിമാനാണ്. കാരണം അയാൾ പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ രോഗം ഉണ്ടാവില്ലെന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് അയാൾ കുളിച്ചു കഴിഞ്ഞാൽ ഓരോ മുടിയും തോർത്തും വളരെ ഒരു തുള്ളി വെള്ളം പോലും വളരെ ശ്രദ്ധിച്ച് അയാൾ തല തോർത്തും. 20 മിനിറ്റിൽ അയാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. 20 മിനിറ്റിൽ. എന്തിനാണെന്ന് അയാൾ ചോദിച്ച് ഉത്തരം പറയുന്നുണ്ട്, ഏറ്റവും നല്ല ഒരു ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകണമെങ്കിൽ, രോഗം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ മണിക്കൂറിന് 20 മിനിറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കണമെന്ന്. അയാൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം ഉണ്ടാകും, നല്ല ക്ലിയറായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം. അപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേരും അങ്ങനെയൊന്നും ശരീരം ശ്രദ്ധിക്കുന്നവരല്ല. ഈ വ്യക്തിക്ക് 45-നും 50 വയസ്സിന് പ്രായം ഇടയിലുള്ളപ്പം അയാൾക്ക് വയറിനൊരു വേദന തോന്നി. അത് പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പം 2 കിഡ്നിയും പോയി. 2 കിഡ്നിയും വർക്കിംഗ് അല്ല. ആ വ്യക്തി ഡയാലിസിസിന് വിധേയമാകുന്നു. ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം. അങ്ങനെ ഡയാലിസിസിനിരിക്കുമ്പം എല്ലാ ദിവസവും 20 മിനിറ്റിനുള്ളിൽ വെള്ളം കുടിച്ച മനുഷ്യന് ഭാര്യ ഇപ്പോൾ കൊടുക്കുന്നത് ഫ്ലാസ്കിൻ്റെ അടപ്പിനകത്ത് മാത്രമാണ്. ഡോക്ടർ പറഞ്ഞു അധികം വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ അയാളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ആശുപത്രിയിൽ ഇയാളെ കണ്ടപ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അയാളുടെ ഭാര്യ ചാടി കയറി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫെയിൽ, ഡയാലിസിന് വന്നിരിക്കുവാന്ന്. ഡയാലിസിന്. അപ്പോൾ ഈ ചോദിച്ചയാൾ ചിന്തിച്ചു, ദൈവമേ, 20 മിനിറ്റിനുള്ളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആരോഗ്യത്തെ ഇത്രയും ശ്രദ്ധിച്ച മനുഷ്യന് കിഡ്നി ഫെയിൽ ആവുകയോ? അപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞത് കേൾക്കണം. ആശുപത്രിയിൽ നിന്ന് അയാൾ പറഞ്ഞു, പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹമാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. ഹല്ലേലൂയ. ഈ പച്ചവെള്ളമേ, ഇപ്പോൾ അയാൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഭാര്യ ഒരു ഫ്ലാസ്കിൻ്റെ അടപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. നമ്മളീ കുടിക്കുന്ന വെള്ളം പോലും ഇതൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറേ പരാതികളൊക്കെ മാറും. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നിട്ടുള്ളൊരു ക്രിസ്ത്യാനി, ആദ്യം വന്നതൊരു അക്രൈസ്തവന ഹൈന്ദവ വിശ്വാസിപ്പെട്ട ഒരാളാണ്. പ്രാർത്ഥിക്കാൻ വന്നിട്ട് ആ വ്യക്തിയുടെ തലമുടി ഒന്നുമില്ല, ക്യാൻസർ ബാധിച്ച് സീരിയസായി ഉപേക്ഷിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ മുഖത്ത് ഭയങ്കര സന്തോഷം.
പക്ഷെ അയാൾ പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ രോഗമാണേലും ഒരു മുഖത്തൊരു സന്തോഷമാണല്ലോ എന്ന് ചോദിച്ചു. മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അയാൾ ചാടിക്കേറി പറയുവാണേ, ദൈവം അറിയാതെ ഒന്നും വരികയല്ലോ എന്ന്. അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നത് ക്രിസ്ത്യാനിയാണ്. മുഖം ഭയങ്കര ദുഃഖിച്ച്. എന്താ ദുഃഖമെന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞു, എനിക്ക് 1.5 ലക്ഷം രൂപ കടമുണ്ട്, കണ്ണടയ്ക്കുമ്പോൾ മരിക്കണമെന്നാണ് തോന്നുന്നതെന്ന്. ആരാ വിശ്വാസി നിങ്ങൾ പറയണം. ക്രിസ്ത്യാനിക്ക് 1.5 ലക്ഷം രൂപ കടമുണ്ട്, കണ്ണടയ്ക്കുമ്പോഴേ കാണുന്നത് എന്നാണെന്നറിയോ? മരിക്കണം, ചാകണം, എന്തിനാ ജീവിക്കുന്നതെന്ന്. ക്യാൻസർ ബാധിച്ച് മരണം മുന്നിൽ നിൽക്കുമ്പോഴും അയാൾ പറയാണ്, ദൈവം അറിയാതെ ഒന്നും വരികയല്ലെന്ന് എനിക്കറിയാമെന്ന്. അതൊന്ന് പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്. ശ്രദ്ധിച്ചേ, നമ്മൾ ഇപ്പോഴും പിറുപിറുക്കുന്നവരാ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നമ്മളങ്ങനെ ഓർത്താൽ ദൈവത്തോട് നമുക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കും? ഒരു കരം ഉയർത്തി ഉറക്കിയൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്താം. നന്ദി പറയാൻ ഒരു കാര്യം കൂടി പറയാം. എപ്പോഴെങ്കിലും നിങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ടൗണിൻ്റെ ഒരു ഭാഗത്ത്, എനിക്ക് സ്ഥലപ്പേര് പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ ബസ്സിന് പോയപ്പോൾ കണ്ടതാണ്, വലിയ പൈപ്പ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഒരാൾക്ക് എനിക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന അത്രയും വലിയ പൈപ്പ്, ഒന്നൊന്നുമല്ല 100 കണക്കിന് ട്രെയിനിന് കൊണ്ട് അടുക്കിയിട്ടിരിക്കുന്നതാണ്. രാവിലെ ഒരു പ്രാവശ്യം ബസ്സിന് പോയപ്പം ആ പൈപ്പിനകത്ത് കുറേ പേര് വീട് വെച്ച് താമസിക്കുന്നു. പൈപ്പ് വീടില്ലാത്തത് കൊണ്ട് പൈപ്പിൻ്റെ അകത്ത് വീട്, എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൈക്കലത്തുണി പോലത്തെ സ്ത്രീകളുടെ സാരി മുറിച്ചിട്ടത് വാതിലാക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല ഇവിടെ. നമ്മളാരും കുഴലിനകത്ത് താമസിച്ചിട്ടല്ല ഇവിടെ വന്നത്. നനയാത്തൊരു വീടുണ്ട്, നമ്മളാരും നന്ദി പറഞ്ഞിട്ടില്ല. വീടിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടില്ല. നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, നന്ദി പറഞ്ഞിട്ടില്ല. വേറെ ഒന്നും വേണ്ട. നമ്മുടെ കണ്ണിൻ്റെ ഈ കണ്ണടയുന്ന ഈ സംഭവം പോലും ദൈവാനുഗ്രഹമാണെന്ന് തോന്നാൻ കാരണമുണ്ട്. ആന്ധ്രാപ്രദേശത്ത് നിന്ന് വയനാട്ടിലേക്ക് അരി കൊണ്ടിരുന്ന ഒരു സഹോദരൻ, അരി നാഷണൽ പെർമിറ്റിൽ ലോറി ഡ്രൈവറാണ്, അതുകൊണ്ട് ജീവിക്കുന്നയാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഈ രാത്രിയിലാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് ഭൂരിഭാഗവും. അപ്പോൾ എതിരെ വരുന്ന ഇപ്പോഴത്തെ പുതിയ വാഹനത്തിൻ്റെ ലൈറ്റുകളൊക്കെ ഭയങ്കര കട്ടി കൂടിയ ലൈറ്റുകളാണ്. അപ്പോൾ അയാൾക്ക് ഈ എതിരെ വരുന്ന വാഹനങ്ങളുടെ വെട്ടമടിച്ചിട്ട് ഇയാൾക്കൊരു രോഗമുണ്ടായിരിക്കുകയാണ്, കണ്ണിനകത്തുള്ള ഈ വെള്ളം പറ്റിപ്പോകുന്ന രോഗം. അതുകൊണ്ട് അത് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഇവിടെ എടുക്കണം. അപ്പോൾ കണ്ണിൽ വെള്ളം വരും. എന്നിട്ട് നടക്കാത്തതുകൊണ്ട് ഡോക്ടർ ഒരു ക്ലിപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്, കണ്ണൊരിക്കലും അടഞ്ഞു പോകാതിരിക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് കേൾക്കണം. ഈ മനുഷ്യൻ ഉറങ്ങിയിട്ട് നാളായി. കാരണം നമ്മുടെ കണ്ണിനകത്ത് അല്പം വെള്ളമുണ്ട്, ഒരു ജലം. അതുള്ളത് കൊണ്ടാണ് ഈ പോള അടയുമ്പോൾ നമുക്ക് വേദനിക്കാത്തത്. ഈ മനുഷ്യനോട് ചോദിച്ചു, ഈ വെള്ളമില്ലെങ്കിൽ എന്താ വിഷമമെന്ന്. അയാൾ പറയുകയാണ്, മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് കണ്ണിനകത്ത് മുറിക്കുന്ന വേദനയാണിത് അടയുമ്പം. ചരൾ, അതുകൊണ്ട് അടയുന്ന പേടി. അതുകൊണ്ട് അടങ്ങാതിരിക്കാൻ വേണ്ടി രാത്രി പോലും ഈ ക്ലിപ്പിട്ടേ കിടക്കുള്ളൂ. അയാൾ പ്രാർത്ഥിക്കുകയാണ്, ഈ കണ്ണ് ശരിക്കും സാധാരണ പോലെ എല്ലാവരെ പോലെ ഒന്ന് അടയ്ക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. ഇങ്ങനെയൊരു അവയവം ഉണ്ടെന്ന് പോലും തിരിച്ചറിഞ്ഞത് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണ്. നമ്മളാരും ചിന്തിച്ചിട്ട് പോലും അങ്ങനെ ഒരു സംഭവം ദിവസം 1000 പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊത്തിരി കാര്യങ്ങളിൽ നന്ദി പറയാനുണ്ട്. വേറൊരു അപ്പൻ എന്നോട് പറയുവാണ്, അച്ചോ, ഈ കഴിഞ്ഞ മഴക്കാലത്ത് മഴ പെയ്തപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുറിയുടെ സൈഡിൽ ഒരു തൂമ്പ വച്ചിട്ടുണ്ട്. എന്നാണെന്നറിയാമോ? മഴ പെയ്യുമ്പം പെരയ്ക്കകത്ത് വെള്ളം വീഴും. ഞാൻ 2000 വർഷം പഴക്കമുള്ളൊരു കാര്യമല്ല പറയുന്നത്. 2019 ഒരു അപ്പച്ചൻ പറഞ്ഞതാണ്, ഒരു ചേട്ടൻ പറഞ്ഞതാണ്, എൻ്റെ മക്കൾ കിടന്നുറങ്ങുമ്പോൾ അച്ഛാ വെള്ളം വീഴുമ്പം ഞാൻ മുറിക്കാത്തിരിക്കുന്ന തൂമ്പ കൊണ്ട് സൈഡ് വകഞ്ഞു വിടും. അതിനിപ്പുറത്ത് ഇയാൾ കിടക്കുകയാണ്. അങ്ങനെ വെള്ളം വകഞ്ഞു വീടുന്ന ഒരു വീട്ടിൽ നിന്നും ആരും ഇവിടെ ഇരിപ്പില്ല. വാടകയ്ക്കെങ്കിലും ഒരു വീടുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക്. നമ്മളങ്ങനെ ചിന്തിച്ചാൽ എത്ര വിശ്വസിക്കാത്ത വ്യക്തികളും കരമുയർത്തി ദൈവത്തോട് നന്ദി പറയും. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയാ. ജീപ്പിൻ്റെ മുമ്പിലും ഓട്ടോറിക്ഷയുടെ മുമ്പിലും കാറിൻ്റെ മുമ്പിലും ബസ്സിൻ്റെ മുമ്പിലും അല്ല ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെക്കേണ്ടത്. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെക്കേണ്ടത് വാഹനത്തിൻ്റെ ചില്ലയിൽ ഒട്ടിച്ചു വെക്കേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒട്ടിച്ചു വെക്കേണ്ടതാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്.
എല്ലാം ദൈവത്തിൻ്റെ ദാനം, എല്ലാം. ഇത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ തിരുവനന്തപുരം RCC പോയാൽ മതി എന്നൊരാൾ പറഞ്ഞു. ധ്യാനമൊന്നും അല്ല ഇപ്പോൾ കൂടേണ്ടതെന്നൊരാൾ പറഞ്ഞു. ധ്യാനം കൂടണ്ട, അത് യൂട്യൂബിലൂടെയും TV-യിലൂടെയും ലോകം മുഴുവൻ ധ്യാനകേന്ദ്രവും ലോകം മുഴുവൻ വചനപ്രഘോഷണമാണ്. ഇനി വചനപ്രഘോഷണം കൊണ്ടൊന്നും അല്ല, ശരിക്കും ജീവിതം കാണണമെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കാൻ പോയ തിരുവനന്തപുരത്ത് പോയൊരു മനുഷ്യൻ പറയുവാണ്, പച്ച മനുഷ്യമാംസത്തിൻ്റെ മണം കിട്ടുന്ന സ്ഥലമാണ് തിരുവനന്തപുരം RCC. 1 തൊട്ട് 25-30 കീമോ ചെയ്ത് തലമുടിയില്ല പിരികുമില്ലാണ്ടിരിക്കുന്ന മനുഷ്യൻ, മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന മനുഷ്യനെ കാണുമ്പം മുറ്റത്തിറങ്ങിയിട്ട് ഒരു ബിരിയാണി കഴിക്കാമെന്ന് തോന്നിയല്ല. നമ്മൾ അവിടെ നിന്ന് പറയും, ഈ നാളുകൾ വരെ ഈ രോഗം എനിക്ക് തരാത്തത് കൊണ്ട് ദൈവമേ നിനക്ക് 1000 നന്ദി. ഇത്രയും എനിക്ക് ആരോഗ്യം തന്നില്ലേ, അത് ഇത്രയും നാൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലേ. ഇതാ 5 മാസം പ്രായമുള്ള കൊച്ചിന്, 2 വയസ്സ് പ്രായമുള്ള കൊച്ചിന്, 10 വയസ്സുള്ള കൊച്ചിന്, 20 വയസ്സ്, 50 വയസ്സ്, 90 വയസ്സുള്ള അപ്പാപ്പൻ വരെ ഇരിക്കുകയാണ് RCC-യിൽ ക്യാൻസർ രോഗത്തിന് മരണത്തെ മുഖാമുഖം കണ്ട്. അപ്പോൾ 34 വയസ്സുള്ള ഞാൻ ആ മുറ്റത്ത് നിന്ന് പറയും, 34 വയസ്സ് വരെ വലിയ രോഗമൊന്നും തരാതെ ദൈവം എന്നെ നടത്തിയതിന് 1000 നന്ദി ദൈവമേ, 1000 നന്ദി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും, എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ വിഷയമാണ്, നിങ്ങൾക്ക് അധികം ഇഷ്ടപ്പെടാത്തൊരു വിഷയമായിരിക്കും അത്. അതായത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ വില ആർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. എന്താണ് ഈ പ്രാർത്ഥന? എൻ്റെ ഈ ബൈബിളിനോളം കട്ടിയുള്ള പ്രാർത്ഥനാ പുസ്തകം രാവിലെ 6 മണിക്ക് ഇരുന്ന് വൈകുന്നേരം 6 മണി വരെ ചൊല്ലി തീർക്കുന്നതല്ല പ്രാർത്ഥന. അതും പ്രാർത്ഥനയാണ്. പക്ഷെ എൻ്റെ വിശ്വാസത്തിലൊരു പ്രാർത്ഥന എന്നറിയാമോ? ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുള്ളൊരു പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അത് 1 സെക്കൻഡേ എടുക്കുള്ളൂ, ചിലപ്പോൾ അതിന് 5 മിനിറ്റ് എടുക്കുള്ളൂ, ചിലപ്പോൾ അതിന് 20 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 5 മണിക്കൂർ എടുക്കും. എപ്പോഴെന്നറിയോ? ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നൊരു സമയമുണ്ട്. അതിന് ചില ആളുകൾ 5 മണിക്കൂർ കൊടുക്കും. ഞാൻ 5 മണിക്കൂറൊന്നും കൊടുത്തിട്ടേ ഇല്ല. ഇവിടെ നിൽക്കുന്ന പലരെ അത്രയും പ്രാർത്ഥനയുള്ള ആളല്ല ഞാൻ. കാരണം ഞാൻ ദൈവവചനം പ്രഘോഷിക്കാൻ ഒരുപാട് കാരണമുണ്ട്. നിങ്ങൾ പോലും ചിലപ്പോൾ എന്നെ കളിയാക്കും ഞാൻ ദൈവവചനം പറയുന്നത് കേട്ടാൽ. കാരണം 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിലൊരു ബൈബിൾ പോലും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ വേദപാഠം പഠിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും വലിയ ബൈബിളല്ല, സുവിശേഷവും ലേഖനവും ഉൾപ്പെടുന്ന ചെറിയ ബൈബിൾ നിർബന്ധമാക്കി. അപ്പം ഞാനും എൻ്റെ സഹോദരനും വീട്ടിൽ ചെന്ന് പറഞ്ഞു, ബൈബിൾ ഇല്ലാതെ പള്ളിയിൽ ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ചെല്ലാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ബൈബിൾ മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരിശേ കടന്ന 10-25 വർഷം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുരിശേ കടന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹിച്ച, നല്ലൊരു വാഹനത്തെ കയറാൻ ആഗ്രഹിച്ച, നല്ലൊരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ച, പറ്റാതെ പോയ. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം, 100,000 പേര് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ എടുത്തെറിഞ്ഞാലും ദൈവത്തിൻ്റെ കരം എങ്ങനെ ഇരിക്കും? നമ്മളെ സ്വീകരിക്കാൻ വെൽക്കം ചെയ്തിരിക്കും. 1000 പേരും തള്ളിക്കളയുമ്പോഴും, ഇത് നിങ്ങൾക്ക് ഒരു മൈക്ക് തന്നാൽ നിങ്ങളും പറയൂ ഇത് ഏത്? 1000 പേര് തള്ളിക്കളഞ്ഞാലും ദൈവം മാത്രം നീയും പൊക്കോ എന്ന് പറയില്ല, സ്വീകരിക്കും. അങ്ങനെ ഒരു അനുഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.